നമസ്കാരം, ടെക്കി ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നലെ നമ്മൾ കേരള ചരിത്രത്തിന്റെ ഭാഗത്ത് വരുന്ന പുതിയ SCERTയിലെ ഒരു പാഠഭാഗം നോക്കി. നമുക്ക് പഴയ SCERT ബുക്കിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് കേരള ചരിത്രത്തിന്റെ ഭാഗത്ത് വരുന്നതെന്ന് നോക്കാം. ഇത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം. നമുക്കിത് നോക്കാം. മധ്യകാല കേരളം CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. ഇത്തരം ചെപ്പേടുകളിൽ ഒന്നാണ് ചിത്രത്തിൽ ചെപ്പേട്. ഒരു ജൂത ചെപ്പേടാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അവ CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. ഈ നൂറ്റാണ്ട് ഓർത്ത് വയ്ക്കുക. CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റിയിട്ട് അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. അത്തരം ചെപ്പേടുകളിൽ ഒന്നാണ് ചിത്രത്തിൽ. ഇത് ഒരു ജൂത ചെപ്പേടാണ്. ഇതിൽ രേഖപ്പെടുത്തിയ എഴുത്ത് നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. അപ്പോൾ ഈ ചെപ്പേടിലെ വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ചെപ്പേടുകൾ എന്നിവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പുതകിടിയിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. ഉദാഹരണം തെരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട്. ചില ചെപ്പേടുകൾ നാടുവാഴികളുടെ ഭരണ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെപ്പേട് പറയുന്നത് ചെമ്പുതകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. തെരിസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട് എന്നിവയാണ് പ്രധാനപ്പെട്ട ചെപ്പേടുകൾ. ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് പെരുമാക്കൾ. കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. CE 9ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നറിയപ്പെട്ടു. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത്. പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന പണ്ട് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നത്. ഇത് CE 9ാം നൂറ്റാണ്ട് മുതലാണ് മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ നിന്നത്. ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടിരുന്നത്. പെരുമാക്കൾ കൂടാതെ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. പെരുമാൾ കാലത്തെ നാടുകൾ പറഞ്ഞിട്ടൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് ഒന്ന് നോക്കുക. അതിൽ കുറേ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത് മുയിരിക്കോട് അല്ലെങ്കിൽ മഹോദയപുരം എന്നാണ് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, വേണാടൊക്കെ കാണാനുണ്ട്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ അടുത്ത് നോക്കാം. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നതായി കണ്ടല്ലോ. പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു. ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവഴികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ പെരുമാൾ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായിരുന്നു. കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു. ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്നറിയപ്പെട്ടു. അടുത്ത ഹെഡിങ് നാടുവാഴി സ്വരൂപങ്ങൾ. 12ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം എന്നിവയായിരുന്നു പ്രധാന സ്വരൂപങ്ങൾ. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു.
ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. അപ്പം 9-ാം നൂറ്റാണ്ടിലെ മഹോദയപുരത്ത് രാജഭരണം ആരംഭിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികളൊക്കെ സ്വന്തം നിലയിൽ ഭരണം ആരംഭിച്ചു. ഈ നാടുവാഴികൾ ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപവും, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപവും, കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപവും, ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപവും എന്നിവയായിരുന്നു. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു. അടുത്തത് കച്ചവടം. മധ്യകാല കേരളത്തിൽ പുറംനാടുകളുമായുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. എന്തൊക്കെ വിഭവങ്ങളാകും നമ്മുടെ ദേശത്ത് നിന്ന് കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക? ഏലം, ഇഞ്ചി. ഇതുപോലെ പുറംനാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ വിപണികളിലും എത്തിക്കാണുമല്ലോ. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ, പട്ട്. തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു. പിന്നീട് നാണയം നൽകി സാധനങ്ങൾ വാങ്ങി. 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. വ്യാപാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. 5 വണ്ണം, മണിഗ്രാമം. എന്നാൽ CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണിവ. 5 വണ്ണം, മണിഗ്രാമം എന്നറിയപ്പെട്ടിരുന്നവര് കേരളത്തിന്റെ കടൽത്തീര പട്ടണങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. അടുത്തത് അങ്ങാടികൾ. ആ കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി. അങ്ങനെ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവ പ്രധാന തുറമുഖങ്ങളായിരുന്നു. കരവഴിയും കടൽ വഴിയും അങ്ങാടികൾ എത്തിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ വിവരിക്കുന്നത് നോക്കൂ. തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം, മുട്ടും മുട്ടിൽ കരയുമരിയും, പെട്ടിയും പട്ടുനൂലും, ആടും ചാടും കുടയുമടയും, പഞ്ഞിയും മുഞ്ഞിവേരും, നൂറും ചോറും ചുറയുമായും, കാരിരുമ്പും കരിമ്പും. അവ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അങ്ങാടികളിൽ എത്തിയ ഉൽപ്പന്നങ്ങളിൽ പെട്ടിരുന്നത്. മണിപ്രവാളം. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഒരു ഭാഷാ ശൈലി രൂപം കൊണ്ട്. അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെടുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ ഈ ശൈലിയിൽ രചിക്കപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹുവാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി വിവരിച്ചു നോക്കൂ. ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിന്റെ പ്രതിനിധിയായ ഷാബന്ദർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്ക് വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും. ആദ്യം പട്ടുവസ്ത്രങ്ങൾ. വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു. നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയ്ക്കാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. ഭാഷ, സാഹിത്യം, കല. ഉണ്ണുനീലി സന്ദേശത്തിലെ ചില വരികൾ നിങ്ങൾ വായിച്ചോളൂ. ഈ സാഹിത്യം രൂപപ്പെട്ടത് എപ്പോഴാണ്? കേരളക്കരയിൽ പ്രാചീനകാലം തൊട്ട് മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നു. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. വട്ടെഴുത്തിൽ എഴുതിയ ജ്യോതിച്ചപ്പെട്ട് നമ്മൾ ഫസ്റ്റ് പേജിലെ പാഠത്തിന്റെ തുടക്കത്തിൽ കണ്ടത് ഓർക്കുമല്ലോ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛന്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു. 17-ാം നൂറ്റാണ്ടിൽ ഗാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിദ്ദീൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണൂസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. ഇവയ്ക്കു പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. അറബി മലയാളം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛന്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഗാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിദ്ദീൻ മാലയും. അപ്പൊ മുഹിദ്ദീൻ മാല രചിച്ചത് ഗാസി മുഹമ്മദ് ആണ്. 18-ാം നൂറ്റാണ്ടിൽ അർണൂസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. ഇവയ്ക്കു പുറമെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലതാണിവ. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതെന്തൊക്കെയാണ് നമുക്ക്? ഓട്ടൻതുള്ളല്, കഥകളി, മാർഗംകളി, ഒപ്പന, കൂടിയാട്ടം, അങ്ങനെയുള്ളതൊക്കെയാണല്ലോ ചിത്രങ്ങൾ കാണുന്നത്. മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലതാണിവ. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ വളർന്നു വന്നു.
കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്. അവ ക്ഷേത്ര കലകളായാണ് അറിയപ്പെടുന്നത്. കാവുകളിലും മറ്റ് ആരാധനായിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ്. ക്ഷേത്ര കലകളേക്കാൾ ജനകീയമായിരുന്നു. ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന പല കലകളും ഉണ്ടായിരുന്നു. ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. അടുത്തത് വിജ്ഞാനം. വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമമാധവൻ നൽകിയ സംഭാവനകൾ ലോകശ്രദ്ധ നേടി. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷകവംശവും തുഹത്തുൽ മുജാഹുദ്ദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാന ശാലകളാണ് കാന്തളൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവ ശേഖരപുരം ശാല എന്നിവയൊക്കെ. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു. ഇതോടൊപ്പം കേരളത്തിലെ ഭാഷ, കല, വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു. അവ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ സംഗ്രഹം നോക്കാം നമുക്ക്. ഈ പാഠത്തിൽ മധ്യകാല കേരളത്തെ പറ്റി വിവരം തരുന്ന പ്രധാന തെളിവുകളിൽ ഒന്ന് ചെപ്പേടുകളാണ്. പെരുമാൾ ഭരണകാലത്താണ് കേരളം ഒരു പ്രത്യേക ഭരണമേഖലയായി വളർന്നത്. കൃഷിയും കച്ചവടവും പെരുമാൾ കാലത്തെ സമ്പത്തിന് അടിസ്ഥാനമായി. പെരുമാൾ ഭരണം ക്ഷയിച്ചതോടെ നാടുവാഴികൾ ഭരണം ഏറ്റെടുത്തു. സ്വരൂപങ്ങൾ എന്ന് നാടുവാഴി ഭരണ പ്രദേശങ്ങൾ അറിയപ്പെട്ടു. സ്വരൂപങ്ങൾ എന്നാണ് നാടുവാഴി ഭരണ പ്രദേശങ്ങൾ അറിയപ്പെട്ടത്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. ഇത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ്. കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഇതിലെന്താണ് പറയുന്നത് നോക്കാം. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് കേരളത്തിൻ്റെ മധ്യകാലം. രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും നിരവധി മാറ്റങ്ങൾ ഇക്കാലത്തുണ്ടായി. 849 തരിസാപ്പള്ളി ലിഖിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വസ്തി രാജാവ് സ്ഥാണു രവി പല 100,000 വർഷം ശത്രുക്കളെ എതിർത്ത് കീഴ്പ്പെടുത്തി ഭരിക്കാനുള്ള വർഷങ്ങളിൽ പോയ വർഷം 5 ഈ ആണ്ടിൽ വേണാട് വാഴുന്ന അയ്യനടികൾ തിരുവടിയും. 849 തരിസാപ്പള്ളി ലിഖിതത്തിന്റെയും അതിന്റെ പരിഭാഷയുടെയും ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 849 തരിസാപ്പള്ളി ലിഖിതം ഉണ്ടായത്. അതിന്റെ പരിഭാഷയാണിത്. തരിസാപ്പള്ളി ലിഖിതങ്ങൾ പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവഴിയായ അയ്യനാടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ രേഖയിലുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ പറയുന്ന തരിസാപ്പള്ളി ലിഖിതത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. തരിസാപ്പള്ളി ലിഖിതത്തിൽ മധ്യകാല കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ് ഈ ലിഖിതം. പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ രേഖയിലുള്ളത്. അപ്പോൾ കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്നാണ്. തമിഴക കാലം തൊട്ട് നാടുകൾ വളർന്നു വന്നിരുന്നു. ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങളാണ് നാടുകൾ. നാട് എന്നത് നിരവധി കുടികളും ഊരുകളും ചേർന്നതായിരുന്നു. ചുവടെ കൊടുത്ത പട്ടിക ശ്രദ്ധിക്കും. കുടി, കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളായിരുന്നു കുടികൾ. കുടികളുടെ അധിപനാണ് കുടിപതി. അടുത്തത് ഊര്, നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ രൂപം കൊണ്ടു. ഊരിന്റെ അധിപന്മാർ ഊരാളരായിരുന്നു. നാട്, നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. നാടുകൾക്ക് മേൽ അധികാരം ഉണ്ടായിരുന്നത് നാടുവാഴികൾ എന്നറിയപ്പെട്ടു. നാടുകളെല്ലാം മഹോദയപുരം, ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു. വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയുള്ള 14 നാടുകളും പെരുമാക്കന്മാരുടെ ഭരണം അംഗീകരിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായത് ഇക്കാലത്താണ്. രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള രാജാക്കന്മാരാണ് 800 മുതൽ 1122 വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത്. പെരുമാക്കന്മാരുടെ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മഹോദയപുരത്തെ പെരുമാക്കന്മാർ 800 മുതൽ 1122 വരെ: രാജശേഖരൻ, സ്ഥാണുരവി, കോതരവി, കോത കേരള കേസരി, ഇന്ദുകോത, ഭാസ്കര രവി, രവികോത, ആദിത്യൻ കോത, രാമകുലശേഖരൻ. അങ്ങനെ 9 പേരാണ് മാറി മാറി മഹോദയപുരത്തെ പെരുമാക്കന്മാരായിരുന്നത്. പെരുമാക്കന്മാർക്ക് കോയിൽ അധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. 4 തളി എന്ന ബ്രാഹ്മണ സമിതി പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. 1000 എന്ന ഒരു സൈനിക കൂട്ടം പെരുമാളിനുണ്ടായിരുന്നു. നാടുകൾ, നഗരങ്ങൾ, ബ്രാഹ്മണ ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പെരുമാൾ നികുതി ഈടാക്കിയിരുന്നു. മധ്യകാല കേരളത്തിലെ നാടുകൾ പറഞ്ഞത് മാപ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട മാപ്പ് തന്നെയാണ്. മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. സ്വരൂപങ്ങൾ.
12ാം നൂറ്റാണ്ടോടെ പെരുമാക്കന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവസാനിച്ചു. നാടുകൾ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങളായി. നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ നാടുവഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. പ്രധാന നാടുവഴി സ്വരൂപങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കോല സ്വരൂപം കോലത്തുനാട്, നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. മരുമക്കത്തായും സ്വയംഭരണാവകാശമുള്ള തറവാടുകളായിരുന്നു സ്വരൂപങ്ങൾ. സ്വരൂപങ്ങൾക്ക് സൈനിക കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. നാടുവഴി സ്വരൂപങ്ങൾ ഓരോന്നും അധികാരം വർദ്ധിപ്പിക്കുന്നതിനായി പരസ്പരം കലഹിക്കുകയും പൊതുശത്രുവിനെതിരെ സഹകരിക്കുകയും ചെയ്തു. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരള തീരത്തെ കച്ചവടത്തിനായി എത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇത്തരം മത്സരങ്ങളിൽ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടപെട്ടിരുന്നു. 18ാം നൂറ്റാണ്ട് വരെ നാടുവഴി സ്വരൂപങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ നിലനിന്നു. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മൈസൂർ സുൽത്താൻമാരായ ഹൈദർ അലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ പരിഭ്രാന്തി പടർത്തി. നെടിയിരുപ്പും കോലസ്വരൂപവും മറ്റു ചെറു സ്വരൂപങ്ങളും ദേശങ്ങളുമെല്ലാം മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായി. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന് മിക്ക നാടുവാഴികളും ദേശവാഴികളും വേണാട്ടിലേക്ക് പലായനം ചെയ്തു. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരം അംഗീകരിച്ചു. തിരുവിതാംകൂർ ചെറുത്തുനിന്നു. അപ്പോൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് കേരള തീരത്ത് കച്ചവടത്തിനായി പോർച്ചുഗീസുകാരെത്തിയത്. ഡച്ചുകാരും ഇത്തരം മത്സരങ്ങളിൽ തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടപെട്ടിരുന്നു. 18ാം നൂറ്റാണ്ട് വരെ നാടുവഴി സ്വരൂപങ്ങൾ വലിയ മാറ്റങ്ങളില്ലാതെ നിലനിന്നിരുന്നു. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് മൈസൂർ സുൽത്താൻമാരായ ഹൈദർ അലിയും ടിപ്പുവും കേരളത്തിലേക്ക് നയിച്ച പടയോട്ടങ്ങൾ വടക്കൻ കേരളത്തിലെ നാടുവാഴികളിൽ പരിഭ്രാന്തികൾ പടർത്തിയത്. നെടിയിരുപ്പും കോലസ്വരൂപവും മറ്റു ചെറു സ്വരൂപങ്ങളും ദേശങ്ങളുമെല്ലാം മൈസൂർ സുൽത്താൻമാരുടെ അധീനതയിലായി. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം ഭയന്ന മിക്ക നാടുവാഴികളും ദേശവാഴികളും വേണാട്ടിലേക്ക് പലായനം ചെയ്തു. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം മൈസൂർ സുൽത്താൻമാരുടെ പരമാധികാരം അംഗീകരിച്ചു. തിരുവിതാംകൂർ ചെറുത്തുനിന്നു. ഇവിടെ ഒരു ബോക്സിൽ മാർത്താണ്ഡവർമ്മ കൊടുത്തിട്ടുണ്ട്. വേണാടിനെ ആധുനികതയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. വേണാടിനെ തിരുവിതാംകൂർ എന്ന ആധുനിക രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭരണരംഗം നവീകരിച്ചും സൈന്യത്തെ ശക്തമാക്കിയും 18ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിന് കീഴിൽ ശക്തമായ നാട്ടുരാജ്യമായി തിരുവിതാംകൂർ വളർന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1729 മുതൽ 1758 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. 1729 പറയുമ്പോൾ 18ാം നൂറ്റാണ്ടാണ് വരുന്നത്. അതായത് 18ാം നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയത്. അടുത്തൊരു ബോക്സ് മൈസൂർ സുൽത്താൻ. കേരളത്തിലേക്ക് പടനയിച്ച മൈസൂർ ഭരണാധികാരികളായിരുന്നു ഹൈദർ അലിയും പുത്രൻ ടിപ്പു സുൽത്താനും. 1766 മുതൽ 1792 വരെ മൈസൂർ സുൽത്താൻമാരുടെ ഭരണം മലബാറിൽ നിലനിന്നു. അടുത്തത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 മേഖലകളിലായി കേരളം ഇക്കാലത്ത് മാറി. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. അതോടെ ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി. സ്വതന്ത്ര ഭരണാധികാരികൾ എന്ന നിലയിലുള്ള നാടുവാഴി സ്വരൂപങ്ങളുടെ അധികാരം മലബാറിൽ ഇതോടെ അവസാനിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി തുടർന്നു. അടുത്തത് ഭൂവുടമാവകാശങ്ങൾ. 18ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അക്കാലത്ത് ഭൂവുടമയുടെ മേൽ വളർന്നു വന്ന ഉടമാവകാശങ്ങളെ കുറിച്ച് പരിശോധിക്കാം. മധ്യകാലത്തെ ഉടമാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പലതായി തിരിച്ചിരുന്നു. ചേരിക്കൽ, നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ചേരിക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മസ്വം, ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ബ്രഹ്മസ്വം എന്നറിയപ്പെട്ടു. ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ദേവസ്വം എന്നറിയപ്പെട്ടു. ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളർ എന്നറിയപ്പെട്ടു. രാജാക്കന്മാരോ ബ്രാഹ്മണരോ ക്ഷേത്രത്തിലെ ആളുകളോ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നില്ല. ഇവർ ഈ ഭൂമി ഇടനിലക്കാർക്ക് കൃഷി ചെയ്യുന്നതിനായി നൽകി. അവർ കാരാളർ എന്നറിയപ്പെട്ടു. അങ്ങനെ നാടുവാഴികൾ, ഊരാളർ, അവർക്ക് താഴെയായി കാരാളർ എന്നിങ്ങനെ ഒരു അധികാര ശ്രേണി രൂപം കൊണ്ടു. 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഭൂമിയുടെ ഉടമാവകാശങ്ങളിൽ പിന്നെയും മാറ്റങ്ങൾ വന്നു. ഭൂമിയുടെ മേലുള്ള അവകാശം തലമുറകളിലൂടെ കൈമാറി വരുന്ന ജന്മാവകാശമായി. ഇത്തരം ഭൂമി ജന്മഭൂമി എന്നും അതിൽ ഉടമസ്ഥാവകാശമുള്ളവർ ജന്മി എന്നും അറിയപ്പെട്ടു. വെറുംപാട്ടം എന്ന സമ്പ്രദായം ഇക്കാലത്ത് പരക്കെ പ്രചാരം നേടി. ഉൽപാദനത്തിന്റെ ഒരു നിശ്ചിത പങ്ക് ജന്മിക്ക് പാട്ടമായി നൽകാമെന്ന വ്യവസ്ഥയിൽ ജന്മിമാർ കുടിയാന്മാർക്ക് നൽകിയ ഭൂമിയാണ് വെറും പാട്ടം ഭൂമി. കാണം, ഒറ്റി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ട പാട്ട വ്യവസ്ഥ പെരുമാൾ കാലത്തിനു ശേഷം വലിയ പ്രചാരം നേടി. ഈ ഭൂമി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കാണക്കൊടിയാനോ അവകാശമില്ല. കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ നിലനിന്ന ഒരുതരം നികുതി ഇളവായിരുന്നു കുഴിക്കാണം. ഇതുപ്രകാരം കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷ തൈകളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്ന് ജന്മിമാർ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്ന ഒരു തരം നികുതി ഇളവായിരുന്നു കുഴിക്കാണം. ഇതുപ്രകാരം കായ്ച്ചു തുടങ്ങാത്ത ഫലവൃക്ഷങ്ങളെ പാട്ടം കണക്കാക്കുന്നതിൽ നിന്ന് ജന്മിമാർ ഒഴിവാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. തിരുനെല്ലിയിലേക്ക്. തിരുനെല്ലി ദേവർക്ക് നിത്യം പന്തീരടിക്ക് അരി 3 നാഴിയിൽ 6 നാഴിയും
ഒരു നന്ദാവിളക്കും ഏർപ്പെടുത്തി. കീഴ്ക്കാട്ടി പുഴച്ചേരിക്കൽ ഭൂമി അട്ടിക്കോടത്ത് മുത്തുകൂട്ടു വാഴുന്ന കുഞ്ഞിക്കുട്ടവർമ്മൻ എന്ന അടികൾ വീരക്കുറുമ്പുറയാർ തിരുവടി അരുളി ചെയ്തു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരാമർശിക്കുന്ന തിരുനെല്ലി ലിഖിതത്തിന്റെ പരിഭാഷ. തിരുനെല്ലി ലിഖിതമാണത്. അപ്പോൾ തരിസാപ്പള്ളി ലിഖിതം, തിരുനെല്ലി ലിഖിതം എന്ന് ഓർത്ത് വയ്ക്കുക. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത്. മലബാർ ഇക്കാലത്ത് മൈസൂർ സുൽത്താൻമാരുടെ കീഴിലായിരുന്നല്ലോ. കൃഷിഭൂമിയിലെ മൊത്തം ഉൽപാദനം കണക്കാക്കി അതിന്റെ നിശ്ചിത ഭാഗം നികുതിയായി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മൈസൂർ സുൽത്താൻമാർ സ്വീകരിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തിരിച്ച് സർവേ നമ്പർ കൊടുത്ത് രേഖപ്പെടുത്തി. കൊച്ചിയിലും തിരുവിതാംകൂറിലും സമാനമായ ഭൂസർവേകൾ നടന്നു. കൊച്ചിയിലേത് കേട്ടെഴുത്ത് എന്നും തിരുവിതാംകൂറിലേത് കണ്ടെഴുത്ത് എന്നും അറിയപ്പെട്ടു. ഇപ്രകാരം തിട്ടപ്പെടുത്തിയ ഭൂമിയിന്മേൽ നിശ്ചിത നികുതി ഏർപ്പെടുത്തി. മലബാറിൽ നടന്ന ഭൂസർവേ കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നു. കൊച്ചിയിൽ ഇത് ശക്തൻ തമ്പുരാനാണ് നടപ്പിലാക്കിയത്. അത് കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. തിരുവിതാംകൂറിൽ ഇത് മാർത്താണ്ഡവർമ്മയാണ് നടപ്പിലാക്കിയത്. അത് കണ്ടെഴുത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തത് കൃഷിയും തൊഴിൽ കൂട്ടങ്ങളും. മധ്യകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നെൽവിത്തുകളെ കുറിച്ച് ഒരു മുത്തശ്ശി നൽകിയ വിവരങ്ങൾ നോക്കും. തവളക്കണ്ണൻ, ആര്യങ്കാളി, ഒറ്റലമൂടൻ, കോഴിവാലൻ എന്നീ വിത്തുകൾ വിതച്ചുള്ള 2 വിളകൾ, കന്നിമകരം, വയലിലും 3 മാസത്തെ മൂപ്പുള്ള എച്ചിലാടൻ, കറുത്തയിടയ്ക്കൻ, ചോമാല, പെരിയ വിത്ത്, നഗര തുടങ്ങിയ വിത്തുകൾ വിതച്ചുള്ള ഒറ്റവിള, പറമ്പിലും കെയ്യാള, വെളുത്ത കൊയ്യാള, കറുത്ത കൊയ്യാള, കരിയാള, വില്ലൻ, എറയൻ, കവുങ്ങും പൂത്താള തുടങ്ങിയ വിത്തുകൾ വിതച്ചുള്ള ഒറ്റവിള മലയിലും കൃഷി ചെയ്തിരുന്നു. ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്തിരുന്ന വിത്തിനങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിക്കും. വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അക്കാലത്ത് കൃഷി ചെയ്തിരുന്നു. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാന വിള. പറമ്പുകളിൽ നെല്ല്, ചാമ, മുതിര, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ വിളയിച്ചിരുന്നു. തെങ്ങ്, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. മലമ്പ്രദേശത്തെ കാട്ടുവിഭവങ്ങളും അക്കാലത്ത് ശേഖരിച്ചിരുന്നു. ഇടവപ്പാതിയെയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, തുലാവർഷത്തെയും വടക്കു കിഴക്കൻ മൺസൂൺ ആശ്രയിച്ചുള്ള കൃഷിയാണ് അന്നുണ്ടായിരുന്നത്. ചാണകവും പച്ചിലകളും അടങ്ങിയ ജൈവ വളമാണ് അക്കാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട ജനസമൂഹം കേരളത്തിൽ രൂപം കൊണ്ടതും അവർ ഓരോ ജാതികളായി പരിണമിച്ചതും മധ്യകാലത്താണ്. ഏതൊക്കെ തൊഴിൽ കൂട്ടങ്ങളാണ് മധ്യകാലത്തുണ്ടായിരുന്നതെന്ന് നോക്കാം. കൃഷിയും കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കരകൗശല ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ, കച്ചവടവുമായി ബന്ധപ്പെട്ടവർ, തുണി നെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവർ, ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ. ഒരു പ്രത്യേക തൊഴിൽ ചെയ്തവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ പിന്തുടർന്നു. ഒരേ ജോലികൾ ചെയ്തു പോന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഒരേ ജാതിയായി പരിണമിച്ചു. വയലിൽ കൃഷി ചെയ്തിരുന്ന അടിയാളർ മധ്യകാലത്തെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലും ബ്രാഹ്മണർ ഏറ്റവും മുകളിലുമായിരുന്നു. കുലത്തൊഴിലനുസരിച്ച് മറ്റു ജാതികളുടെ സ്ഥാനം ഈ 2 തട്ടുകൾക്കിടയിലായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങളും വളർന്നു വന്നു. മണ്ണിന്റെ ഉടമകളായിരുന്നവർ മേൽജാതിക്കാരായി സ്വയം കണക്കാക്കുകയും മണ്ണിൽ പണിയെടുക്കുന്നവരെ കുലത്തൊഴിൽ ചെയ്തിരുന്നവരെയും കീഴ്ജാതിക്കാരായി മാത്രം പരിഗണിക്കുകയും ചെയ്തു. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ ജനസമൂഹത്തിൽ ജാതി തിരിച്ച് രേഖപ്പെടുത്തി. ഇതോടെ കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജാതി എന്നത് ജന്മനാൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നായി മാറി. അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ ജാതികൾ രൂപം കൊണ്ടതെന്ന് മനസ്സിലായാലും അവർ ചെയ്ത തൊഴിലിനനുസരിച്ചിട്ട് അവര് ജാതി കണക്കാക്കി പോന്നു. പിന്നീട് ആ ജോലി ചെയ്ത് ആ കുടുംബത്തിൽ ജനിക്കുന്നവരൊക്കെ ആ ജോലി ചെയ്തില്ലെങ്കിൽ കൂടിയും അതേ ജാതിയിൽപ്പെട്ടവരായി പോന്നു. അങ്ങനെ വിശ്വസിച്ചു പോന്നു. ശുദ്ധം അശുദ്ധം. മധ്യകാല ജാതി വ്യവസ്ഥ അനുസരിച്ച് മേൽജാതികൾ ശുദ്ധവും കീഴ്ജാതികൾ അശുദ്ധവുമായി കണക്കാക്കിയിരുന്നു. കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെ തൊട്ടാലും അടുത്തു വന്നാലും കണ്ടാലും മേൽജാതിക്കാരുടെ ശുദ്ധി നഷ്ടപ്പെടുമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥ സമൂഹത്തിൽ വളർന്നു വന്നത് അങ്ങനെയാണ്. കച്ചവട ബന്ധങ്ങൾ. പ്രാചീന കാലത്തെ പോലെ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം തുടർന്നു പോന്നു. കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ മധ്യകാലത്ത് ഉണ്ടായിരുന്നു. പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം എന്നിങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം പ്രാദേശിക കച്ചവടം നോക്കാം. ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാന പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. നെല്ല്, അരി, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. ദൂരദേശ കച്ചവടം തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗം, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ.
അരി, മുളക്, പരുത്തി, പട്ട്, മറ്റ് തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. വിദേശ കച്ചവടം. അറബികൾ, ചൈനക്കാർ, യൂറോപ്യർ തുടങ്ങിയവരായിരുന്നു പ്രധാന വിദേശ കച്ചവടക്കാർ. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ എന്നിവ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. സ്വർണം, ചെമ്പ്, ഈയം, ചീനക്കളിമൺ പാത്രങ്ങൾ, ചീനപ്പട്ട് തുടങ്ങിയവ അക്കാലത്ത് കേരളത്തിൽ എത്തിയിരുന്നു. അപ്പം 3 തരത്തിലുള്ള കച്ചവടം കണ്ടല്ലോ: പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം. അടുത്തത് പയ്യന്നൂർ പാട്ട് പറഞ്ഞിട്ട് 4 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. കരമാർഗവും കടൽമാർഗവുമുള്ള കച്ചവടങ്ങളിൽ ഈ സംഘങ്ങൾ സജീവമായിരുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്തെത്തുന്നതുവരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. യൂറോപ്യരുടെ വരവോടെ അറബി ചൈനീസ് കച്ചവടങ്ങൾക്ക് കോട്ടം തട്ടി. കടൽമാർഗമുള്ള കച്ചവടത്തിന്റെ കുത്തക യൂറോപ്യർ നേടി. അങ്ങനെ കേരളത്തിലെ വിഭവസമ്പത്തിനുമേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീൻ. മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ. 16-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും ഈ കൃതി ചർച്ച ചെയ്യുന്നു. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കുന്നു. അപ്പോൾ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ആണ് രചിച്ചത്. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിച്ചത്. ഇതിൽ പറയുന്നത് പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നത്. അടുത്തത് സാംസ്കാരിക സമന്വയം. ഇത് മൂഷക വംശത്തിലെ ഒരു 12-ാം സർഗത്തിലുള്ള ഒരു ഇതാണ് മൂഷക വംശ കാവ്യം പറഞ്ഞിട്ടൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. ശ്രീകണ്ഠന്റെ കൊട്ടാരം കവി അതുലനാണ് ഈ കാവ്യം എഴുതിയത്. ആശ്രമമുറ്റത്തെ ശത്രുത മറന്ന് വന്യമൃഗങ്ങൾ രമ്യതയിൽ കഴിയുന്നത് പോലെ വ്യത്യസ്ത ദേവതകളെ ആരാധിച്ചിരുന്നവർ മധ്യകാല കേരളത്തിൽ ഐക്യത്തോടെ വസിച്ചിരുന്നുവെന്നാണ് മൂഷക വംശകാവ്യത്തിലെ ഈ വരികൾ വ്യക്തമാക്കുന്നത്. കച്ചവടത്തിലൂടെ സാധനങ്ങളുടെ കൈമാറ്റത്തോടൊപ്പം വിവിധ സംസ്കാരങ്ങളുടെ കൈമാറ്റവും നടന്നിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക സമന്വയത്തിൽ ഈ കച്ചവട ബന്ധങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമായി നമ്മുടെ നാട് മാറിയത് മധ്യകാലത്താണ്. ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗങ്ങളും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് മധ്യകാലത്താണ്. കേരളത്തിലെ ഭരണാധികാരികൾ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കണ്ടിരുന്നു. നാടുവാഴികൾ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിയും മറ്റും ദാനമായി നൽകിയത് മുമ്പ് സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. അതുപോലെ തന്നെ ജൈന ബുദ്ധ ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങൾ നൽകിയിരുന്നു. നാടുവാഴികൾ നൽകിയ അവകാശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ രാജാവ് വിക്രമാദിത്യ വരകുണൻ 9-ാം നൂറ്റാണ്ടിൽ ശ്രീമൂലവാസത്തെ ബുദ്ധമന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങൾ. പാലിയം ചെപ്പേട്. CE 9, 10, 11 നൂറ്റാണ്ടുകളിൽ താഴേക്കാവ്, കിനാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിൽ ജൈന മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ. അത് തിരുമണ്ണൂർ ശാസനം എന്ന പേരിൽ അറിയപ്പെടുന്നു. വേണാട് നാടുവഴി അയ്യനടികൾ CE 9-ാം നൂറ്റാണ്ടിൽ മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശം. തരിസാപ്പള്ളി ശാസനം. അഞ്ചുവണ്ണം കച്ചവട സംഘത്തിൽപ്പെട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാൻ പെരുമാൾ രാജാവായ ഭാസ്കര രവി 10-ാം നൂറ്റാണ്ടിൽ നൽകിയ അവകാശമാണ് ജൂതശാസനം. CE 13-ാം നൂറ്റാണ്ടിൽ നെടിയിരുപ്പ് സ്വരൂപത്തിൽ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്മംഗലത്ത് പുള്ളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയത് മുച്ചുന്തി പള്ളി ശാസനം. അപ്പൊ ഇത്രയും നാടുവാഴികൾ നൽകിയ ശാസനങ്ങളാണ് പാലിയം ചെപ്പേട്, തിരുമണ്ണൂർ ശാസനം, തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം, മുച്ചുന്തിപ്പള്ളി ശാസനം തുടങ്ങിയവ. CE 10, 11 നൂറ്റാണ്ടുകളിൽ കേരളം സന്ദർശിച്ച അൽബീറൂനിയും CE 15-ാം നൂറ്റാണ്ടിലെത്തിയ അബ്ദുൾ റസാഖും നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കും. അൽബീറൂനി എന്താ പറയുന്നത് നോക്കാം. മലിബാറിൽ, അതായത് കേരളത്തിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല.
അടുത്തത് അബ്ദുർ റസാഖ് പറയുന്നത്, മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട്ട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ ഗാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. അപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ പറ്റിയിട്ടാണ് രണ്ടുപേരും പറയുന്നത്. അടുത്തത് സാമൂഹിക നിയന്ത്രണങ്ങൾ. മധ്യകാലത്തിലെ സാമൂഹിക ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു. പെരുമാൾ കാലത്ത് മൂഴിക്കുളം കച്ചം എന്ന ഒരു പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു. അത് ബ്രാഹ്മണരും ക്ഷേത്രവും അടങ്ങുന്ന സമൂഹത്തിനാണ് പ്രധാനമായും ബാധകമായിരുന്നത്. നാട്ടു നടപ്പുകളായിരുന്നു പെരുമാൾ കാലത്തെ പൊതുസമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. പെരുമാൾ കാലത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും പ്രബലമാവുകയും ചെയ്തു. അവ കീഴ്മര്യാദ എന്നറിയപ്പെട്ടു. വിവിധ തരത്തിലുള്ള മര്യാദകൾ നിലനിന്നിരുന്നു. ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, ശൂദ്ര മര്യാദ, തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലിച്ചിരുന്ന ജാതി മര്യാദ എന്നിവ. പൊതുവെ മര്യാദകൾ ലംഘിക്കപ്പെടാറില്ല. അങ്ങനെയുണ്ടായാൽ അത് കലഹത്തിലേക്ക് നയിക്കും. മര്യാദകൾ അനുസരിച്ചായിരുന്നു മുമ്പ് സൂചിപ്പിച്ച ഭൂവുടമ അവകാശ ബന്ധങ്ങളും ജാതിമത ബന്ധങ്ങളുമെല്ലാം സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ഇതുകൂടാതെ നാടുവാഴികളുടെ കാലത്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിനായി വിഷപരീക്ഷ, ജലപരീക്ഷ, അഗ്നിപരീക്ഷ, തൂക്കുപരീക്ഷ തുടങ്ങിയ സത്യപരീക്ഷകളും നിലനിന്നിരുന്നു. ഇതിൽ തൂക്കുപരീക്ഷ ബ്രാഹ്മണരടക്കമുള്ള മേലാളന്മാർക്കാണ് നടത്തിയിരുന്നത്. മറ്റു പരീക്ഷകൾ അവർണഗണത്തിൽപ്പെട്ട ജാതി സമൂഹത്തിന് മൊത്തത്തിൽ ബാധകമായിരുന്നു. എല്ലാവർക്കും തുല്യനീതിയായിരുന്നില്ല മധ്യകാലത്തുണ്ടായിരുന്നത്. സവർണനും അവർണനും നൽകിയിരുന്ന ശിക്ഷകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വരെ മേൽപ്പറഞ്ഞ നാട്ടുവഴക്കങ്ങളാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. 19ാം നൂറ്റാണ്ടോടെ ഏകീകൃത നിയമങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ ആ വിഷപരീക്ഷകൾ എന്തൊക്കെയാണ് ആ സത്യപരീക്ഷകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിഷപരീക്ഷ: വിഷപ്പാമ്പിന്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈവയ്ക്കുന്നത് പാമ്പ് കടിയേറ്റാൽ കുറ്റം ചെയ്തെന്ന് കണക്കാക്കും. ജലപരീക്ഷ: മുതലുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കുന്നത്. മുതല പിടിച്ചാൽ കുറ്റം ചെയ്തു എന്ന് കരുതും. അഗ്നിപരീക്ഷ: തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റാരോപിതന്റെ കൈവിരൽ മുക്കും. വിരൽ പൊളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കും. ശുചീന്ദ്രം കൈമുക്ക് അക്കാലത്തെ അറിയപ്പെട്ട അഗ്നിപരീക്ഷയായിരുന്നു. തൂക്കുപരീക്ഷ: കുറ്റം ചെയ്ത ആളെ ആദ്യം ത്രാസിൽ ഇരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ താളിയോല ദേഹത്ത് ചേർത്ത് വെച്ച് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തേതിനേക്കാൾ കൂടുതലായാൽ ശിക്ഷ ലഭിക്കും. അപ്പോൾ വ്യത്യസ്തമായ ശിക്ഷാരീതികൾ കണ്ടല്ലോ. അങ്ങനത്തെയുള്ള ശിക്ഷാരീതികളായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലം വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വരെ മേൽപ്പറഞ്ഞ നാട്ടുവഴക്കങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. 19ാം നൂറ്റാണ്ടോടെ ഏകീകൃത നിയമങ്ങൾ നിലവിൽ വന്നു. ഇനി അടുത്തത് ഭാഷാ സാഹിത്യം കലാശാസ്ത്രം. ഭാഷാ സാഹിത്യം കലാശാസ്ത്രം. മധ്യകാല കേരളത്തിലെ ഭാഷാ സാഹിത്യം ശാസ്ത്രം തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നേരത്തെ പാഠത്തിൽ 6ാം ക്ലാസ്സിലെ പാഠത്തിൽ കണ്ടു. പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. തമിഴിന്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം കലർന്നതുമായ രൂപമായിരുന്നു മധ്യകാലത്തിലെ മലയാള ഭാഷയ്ക്കുണ്ടായിരുന്നത്. 9ാം നൂറ്റാണ്ടു മുതൽ വട്ടെഴുത്തിലെത്തിയ ലിഖിതങ്ങളാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണുന്നത്. 9ാം നൂറ്റാണ്ടു മുതൽ വട്ടെഴുത്തിലെഴുതിയ ലിഖിതങ്ങളിലാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണുന്നത്. മുമ്പ് സൂചിപ്പിച്ച തരിസാപ്പള്ളി, തിരുനെല്ലി ലിഖിതങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. 12ാം നൂറ്റാണ്ട് വരെയുള്ള ലിഖിതങ്ങളിൽ ഈ രൂപത്തിലുള്ള എഴുത്തുകൾ കാണാം. അതിനുശേഷമുള്ള എഴുത്തുകളിൽ മലയാളത്തിന്റെ സ്വാധീനം കൂടി വന്നു. 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. 14ാം നൂറ്റാണ്ടോടെ മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടു. അക്കാലത്തെ പ്രധാന മണിപ്രവാള കൃതികൾ താഴെ പറയുന്നവയാണ്: ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, സ്വൈശിക തന്ത്രം എന്നിവ. 15ാം നൂറ്റാണ്ടോടെ ഇത്തരം രചനകളുടെ കാലം അവസാനിച്ചു. 15ാം നൂറ്റാണ്ടിലെ നിരണം കവികളിൽപ്പെട്ട രാമപ്പണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്തെ മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതി. മധ്യകാല ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ച് മുൻപ് പാഠഭാഗത്ത് ചർച്ച ചെയ്തിരുന്നു. ഭക്തി സാഹിത്യം മലയാളത്തിലും ഉണ്ടായിരുന്നു. 17ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. 18ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്തുവാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകളും മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വായ്മൊഴി പാട്ടുകളും ഇക്കാലത്ത് പ്രചരിച്ചു. അതിനുമുമ്പ് ഇവിടെ കാന്തളൂർ ശാല പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു കാന്തളൂർ ശാല. കരുനന്തടക്കൻ എന്ന രാജാവിന്റെ കാലത്താണ് കാന്തളൂർ ശാല നിലവിൽ വന്നത്. വേദങ്ങൾക്ക് പുറമെ ഭാഷ, വ്യാകരണം, തത്വചിന്ത, നിയമം, ശാസ്ത്രം, ആയുധവിദ്യ എന്നിവയായിരുന്നു ശാലകളിലെ പഠന വിഷയങ്ങൾ. പാർത്ഥിപുരം ശാല, തിരുവല്ലശാല, മൂഴിക്കുളം ശാല എന്നിവയായിരുന്നു മധ്യകാല കേരളത്തിലെ മറ്റു പ്രധാന ശാലകൾ. പ്രധാന ശാലകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നത് ശാലകളായിരുന്നു. അപ്പോൾ കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല,
എന്നിവയൊക്കെയായിരുന്നു പ്രധാന ശാലകൾ. അടുത്ത മണിപ്രവാളം. സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാളം എന്നറിയപ്പെട്ടത്. മണിപ്രവാളത്തിൽ സന്ദേശ കാവ്യങ്ങളും ചമ്പു കാവ്യങ്ങളും, അതായത് ഗദ്യവും പദ്യവും ചേർന്ന കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ വായ്മൊഴികൾ എന്ന് പറഞ്ഞിട്ട് വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, കൊയ്ത്തുപാട്ടുകൾ, തോറ്റം പാട്ടുകൾ, പടപ്പാട്ടുകൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വടക്കൻ പാട്ടുകൾ എന്തെന്ന് നോക്കാം. പോർവീരന്മാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ്. തച്ചോളി ഒതേനിൽ നിന്ന് പോർവീരനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൽ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടും ഇതിൽ പ്രധാനങ്ങളാണ്. തെക്കൻ പാട്ടുകൾ ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ, പോർവീരരുടെ പ്രകീർത്തനങ്ങൾ, യക്ഷികൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ തെക്കൻ പാട്ടുകളിൽ വരുന്നുണ്ട്. ഇരവിക്കുട്ടിപ്പിള്ള പൂരുപാട്ട്, പഞ്ചവങ്കാട്ട് നീലിപ്പാട്ട് തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. തോറ്റം പാട്ടുകൾ തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് തോറ്റം പാട്ടുകൾ. കൊയ്ത്തുപാട്ടുകൾ അല്ലെങ്കിൽ ഞാറ്റുപാട്ടുകൾ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ കൂട്ടമായി പാടിയിരുന്ന പാട്ടുകൾ. പടപ്പാട്ടുകൾ പട നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പാട്ടുകൾ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ വായ്മൊഴി പാട്ടുകൾ പാടി പാടി പഴകി വന്നതാണ്, അല്ലാതെ എവിടെയോ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രചാരത്തിൽ വന്ന പാട്ടുകളാണ് ഈ പാട്ടുകളൊക്കെ. കേരളത്തിലേക്ക് കുടിയേറിയ നിരവധി ജനവിഭാഗങ്ങളിൽ സംസാര ഭാഷകളും ശൈലികളുമെല്ലാം ഭാഷയുടെ വളർച്ചയിൽ പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തെക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് തമിഴ് സ്വാധീനവും വടക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കന്നഡ സ്വാധീനവുമുണ്ട്. കടൽ വഴി വന്ന കുടിയേറ്റക്കാരുടെയും കച്ചവടക്കാരുടെയും ഭാഷയുടെ സ്വാധീനവും മലയാള ഭാഷയ്ക്കുണ്ട്. അറബികളുടെ സ്വാധീനം അറബി മലയാളം എന്ന വരമൊഴി രൂപപ്പെടുത്തി. 17-ാം നൂറ്റാണ്ടിലെ ഖാസി മുഹമ്മദിന്റെ മുഹീദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. കേരളക്കരയിലെത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരും മലയാള ഭാഷയിൽ കൃതികൾ രചിച്ചു. 18-ാം നൂറ്റാണ്ടിൽ മിഷണറിമാർ രചിച്ച കൃതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. സംക്ഷേപ വേദാർത്ഥം, അർണോസ് പാതിരിയുടെ പുത്തൻ പാന, പാറമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം എന്നിവയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ രചിച്ച കൃതികൾ. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ രൂപം കൊണ്ടതും മധ്യകാലത്താണ്. അക്കാലത്ത് വളർന്നു വന്ന ചില കലാരൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചമുട്ട് കളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ചവിട്ട് നാടകം എന്നിവയാണ്. ആയുർവേദം, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ മധ്യകാലത്ത് പുരോഗതിയുണ്ടായി. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ആഴത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. ശങ്കരനാരായണൻ, സംഗമഗ്രാമ മാധവൻ, വളശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവർ അക്കാലത്തെ പ്രമുഖ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരാണ്. മലയാള ഭാഷയിലുള്ള സാഹിത്യ കൃതികളും മലയാളിയുടേതായ കലാരൂപങ്ങളും വളർന്നു വന്നതും സവിശേഷമായ സാമൂഹിക സാമ്പത്തിക സ്ഥാപനങ്ങൾ നിലവിൽ വന്നതും ശാസ്ത്രമേഖല വളർച്ച പ്രാപിച്ചതും മധ്യകാലത്താണ്. ചുരുക്കത്തിൽ കേരള സംസ്കാരത്തിന്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് മധ്യകാലത്താണ്. ഇവിടെ സംഗമഗ്രാമ മാധവൻ പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനാണ് സംഗമഗ്രാമ മാധവൻ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു. ഗണിതശാസ്ത്രത്തിലെ അനന്തശ്രേണികളെ കണ്ടെത്തിയതും പൈയുടെ വില കൃത്യപ്പെടുത്തിയതും മാധവനാണ്. ത്രികോണമിതിയിലും ബീജഗണിതത്തിലും അന്യൂനമായ സംഭാവനകൾ നൽകിയ മാധവന്റെ പ്രധാന കൃതിയാണ് വേണുവാരോഹം. മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരുടെ സംഭാവനകൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്തും പ്രസിദ്ധമായി. അപ്പോൾ കേരള സംസ്കാരത്തിന്റെ രൂപീകരണത്തിൽ നിർണായക കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം. കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായത് പെരുമാൾ ഭരണകാലം, കുടി, ഊര്, നാട്. സ്വരൂപങ്ങൾ: കോലസ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. ഭൂവുടമാവകാശങ്ങൾ: ചേരിക്കൽ, ബ്രഹ്മസ്വം, ദേവസ്വം. കൃഷിയും തൊഴിൽക്കൂട്ടങ്ങളും ജാതികൾ. കച്ചവട ബന്ധങ്ങൾ: പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം, അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ കച്ചവട സംഘങ്ങൾ. സാംസ്കാരിക സമന്വയം: ബ്രാഹ്മണർ, ജൈനർ, ബുദ്ധർ, ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതവിഭാഗങ്ങൾ. സാമൂഹിക നിയന്ത്രണങ്ങൾ: മര്യാദകൾ, പരീക്ഷകൾ. ഭാഷാ സാഹിത്യം കലാശാസ്ത്രം: മലയാള ഭാഷ, മണിപ്രവാളം, പൂന്താനം എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ, പാട്ടുകൾ, കലാരൂപങ്ങൾ എന്നിവ. അങ്ങനെയെല്ലാം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ കേരള സംസ്കാരം രൂപം കൊള്ളാൻ സഹായകമായി. അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മൾ 6-ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മധ്യകാല കേരള ചരിത്രമാണ് നോക്കിയത്. ഇനി ഇതിന് ശേഷമുള്ള കാലഘട്ടം വരുന്ന ചാപ്റ്ററുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററുകളുടെ PDF ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.